ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി രാഹുൽ ഗാന്ധിയും ഇന്ന് കേരളത്തിൽ വരുന്നു എന്ന പ്രത്യേകതയുണ്ട്. അദ്ദേഹം വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തും. കോഴിക്കോട് എയർപോർട്ടിലെത്തുന്ന രാഹുൽ അല്പസമയത്തിനുള്ളിൽ എടവണ്ണയിലും ഉച്ചയ്ക്ക് 2 മണിക്ക് കൽപ്പറ്റയിലും നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. തുടർന്ന് റോഡ് മാർഗം അദ്ദേഹം കണ്ണൂരിലെത്തി കണ്ണൂർ എയർപോർട്ടിൽ നിന്നായിരിക്കും അദ്ദേഹം ഡൽഹിക്ക് മടങ്ങുക. രാഹുലിൻ്റെ കേരളത്തിലേക്കുള്ള വരവ് അദ്ദേഹം വയനാട്ടിലെ ജനങ്ങളോട് യാത്ര പറയുകയാണ്. വയനാടിനപ്പുറം റായ്ബറേലിയിലെ കൂടി MP-യാണ്, ലോക്സഭാംഗമാണ് രാഹുൽ ഗാന്ധി. ദേശീയ നേതാവാണ്, ദേശീയ തലത്തിൽ പ്രതിപക്ഷ ചേരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ്. അങ്ങനെ പ്രാധാന്യമുള്ള രാഹുൽ ഗാന്ധി അദ്ദേഹം വയനാട് ഉപേക്ഷിക്കാൻ തന്നെയാണ് സാധ്യത. അതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് കേന്ദ്രങ്ങൾ പങ്കുവെക്കുന്ന വിവരം. പക്ഷേ ഇതിലൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. രാഹുൽ ഗാന്ധി തന്നെയാണ് ഇക്കാര്യം വ്യക്തത വരുത്തുക. എന്തായാലും ഇന്ന് കണ്ണൂരിലെ ജനങ്ങളെ പൊതുയോഗത്തിൽ കാണുമ്പോൾ അദ്ദേഹം ഇക്കാര്യത്തിൽ ജനങ്ങളോട് വൈകാരികമായ ചില പങ്കുവയ്ക്കലുകൾ ഉണ്ടാകുമെന്ന ആകാംക്ഷ ഉയർത്തുന്ന കാര്യം കൂടിയുണ്ട്. ദേശീയ പ്രാധാന്യമുള്ള നീക്കമാണ് അതെന്ന പ്രത്യേകതയുമുണ്ട്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി കേരളത്തിൽ മത്സരിക്കാൻ വരുന്നത്. അതൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. എന്തായാലും ഉത്തർപ്രദേശിലെ തോൽവിയിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ സംരക്ഷണം കൊടുത്ത ഒരു ഇടം വയനാടാണ്. ആ ഒരു താല്പര്യം, ആ ഒരു പ്രത്യേകത കേരളത്തിലെ ഈ മലയോര മണ്ഡലത്തിനുണ്ട് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും വയനാട് അദ്ദേഹം ഉപേക്ഷിച്ച് റായ്ബറേലി നിലനിർത്തുമെന്ന സൂചനകളാണ് വരുന്നത്. ഇതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശന പരിപാടികൾ നടക്കുന്നത്. CB അനുമോദ് നമുക്കൊപ്പം ഉണ്ട്. അനുമോദ്, ഇടവണ്ണയിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പരിപാടി. ഇടവണ്ണയിലേക്ക് എപ്പോൾ രാഹുൽ എത്തിച്ചേരും? ഒപ്പം അദ്ദേഹത്തിൻ്റെ സ്വീകരണം, അതിൻ്റെ തയ്യാറെടുപ്പുകൾ അതെങ്ങനെയാണ്? സജിത്ത്, രാഹുലിൻ്റെ വിമാനം കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അക്കാലത്ത മഴയും മൂടൽമഞ്ഞും വിമാനത്താവളത്തിലെത്തുന്ന വിമാനങ്ങൾക്ക് ലാൻഡിങ്ങിന് തടസ്സമാകുന്ന ഒരു സാഹചര്യമുള്ളതുകൊണ്ട് പല വിമാനങ്ങളും വഴി തിരിച്ചുവിട്ടിരുന്നു. ഇപ്പോൾ കാലാവസ്ഥ ശാന്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിമാനം ഇറങ്ങുന്നതേ ഉള്ളൂ എന്ന വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിച്ചിരിക്കുന്നത്. അതായത് 11:15 ശേഷമേ അദ്ദേഹം ഇടവണ്ണയിലെത്തും. 1 മണിക്കൂറിലധികം സമയം അദ്ദേഹത്തിന് എത്തിച്ചേരാനെടുക്കും. 11:15 ശേഷമേ അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരൂ എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇടവണ്ണയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ രാഹുലിൻ്റെ സ്വീകരണം നൽകുവാനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തെ കേൾക്കുവാനും ഇടവണ്ണയിലെ കോൺഗ്രസ് പ്രവർത്തകരും സാധാരണക്കാരും ഒക്കെ തന്നെ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഓരോ തവണ രാഹുൽ ഗാന്ധി ഇവിടേക്ക് വരുമ്പോഴും വയനാടിൻ്റെ ഭാഗമായിട്ടുള്ള മണ്ഡലങ്ങളിലേക്ക് വരുമ്പോഴും ആവേശോജ്വലമായ സ്വീകരണമാണ് ഇവിടെത്തുകാർ നൽകാറുള്ളത്. അത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ സമയത്ത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം യാത്ര പറയാനാണോ നന്ദി പറയാനാണോ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇപ്പോൾ കാത്തിരിക്കുന്നത്. അദ്ദേഹം ഒരു നന്ദി പ്രകടനം നടത്തും. അതിനു പുറമെ തനിക്ക് പകരം ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യാനുള്ള സാധ്യതകൾ എന്തെങ്കിലും അദ്ദേഹം പങ്കുവയ്ക്കുമോ എന്നും കാത്തിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും രാഹുലിൻ്റെ ഈ ഒരു സന്ദർശനത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. സാധാരണയിൽ കവിഞ്ഞ ഒരു നന്ദി പറച്ചിൽ എന്നതിനപ്പുറം അദ്ദേഹം വയനാട്ടിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ അഭ്യൂഹം നിലനിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഇവിടെ നിന്ന് ഒഴിയാനുള്ള സാധ്യത അത് തള്ളിക്കളയുന്നില്ല കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളൊന്നും തന്നെ. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി തന്നെ ഇവിടെ മത്സരിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെഹ്റു കുടുംബത്തിലെ ഒരംഗം വയനാടിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എന്നൊരു പ്രതീക്ഷയാണ് ഇവിടുത്തുകാരൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. രാഹുൽ ഗാന്ധി ഇവിടെ നിലനിർത്തണമെന്ന ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത്. കാരണം നമുക്കറിയാം, രാഹുലിനെ സംബന്ധിച്ച് വയനാടിനോടുള്ള അടുപ്പം, അദ്ദേഹം വൈകാരികമായിട്ട് തന്നെ വയനാട് തന്നെ തനിക്കൊരു 2ാം വീട് പോലെയാണ്, തൻ്റെ ഒരു സ്വന്തം നാട് പോലെയാണ് എന്ന് അദ്ദേഹം പലപ്പോഴും പങ്കുവയ്ക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ വയനാട് ഒഴിവാക്കുക എന്നത് വ്യക്തിപരമായിട്ട് രാഹുലിന് ഒരിക്കലും താല്പര്യമുള്ള ഒരു കാര്യമല്ല എന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ രാഷ്ട്രീയമാണ് AICCയുടെ തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. കാരണം ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കേണ്ടി വന്നാൽ അദ്ദേഹത്തിൻ്റെ സഹോദരി തന്നെ വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒരുപോലെ തന്നെ അവരുടെ നെഹ്റു കുടുംബത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുവാനും രാഷ്ട്രീയമായിട്ട് ഏറെ ഗുണം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാക്കുമെന്നൊരു വിലയിരുത്തൽ പൊതുവെ ഉണ്ട്. എന്ന് തന്നെയുള്ള അദ്ദേഹം എന്തു പറയുന്നു എന്നുള്ളതാണ് പ്രധാനം. അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രിയങ്ക ഗാന്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ വാക്കുകൾക്ക് കാതോർത്തിരിക്കുകയാണ് ഇടവണ്ണ. ഇദ്ദേഹത്തിൻ്റെ സന്ദർശനം നേരത്തെ നിശ്ചയിച്ചതിൽ 1 മണിക്കൂർ വൈകിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വൈകൽ
കൽപ്പറ്റയിലെ പരിപാടിയിലും ഉണ്ടാകും. കൽപ്പറ്റയിൽ 2 മണിക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതൊരു പക്ഷേ 3 മണിയോ 3:30യോ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അവിടുന്ന് അദ്ദേഹം കണ്ണൂർ വഴിയാണ് തിരിച്ചു പോവുക. ഇതുതന്നെയാണെങ്കിലും രാഹുൽ ഗാന്ധി 11:15 മാത്രമേ ഇവിടെ എത്തിച്ചേരൂ എന്നുള്ളതാണ് ഏറ്റവും അനുമോദ് ഈ രാഹുൽ ഗാന്ധിയുടെ ഇത്തവണത്തെ സന്ദർശന പരിപാടിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം വയനാട് ഉപേക്ഷിക്കുമോ എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുകയാണ്. സ്വാഭാവികമായി അറിയാം, കഴിഞ്ഞ ഒരു ടേം കൊണ്ട് തന്നെ 5 വർഷം കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ വയനാടുകാർ ഏറ്റെടുക്കുകയാണ്. അദ്ദേഹം കൃത്യമായി ഇടവേളകളിൽ മാത്രമാണ് വയനാട് എത്താറുള്ളത്, അല്ലെങ്കിൽ 5 വർഷത്തിനിടയിൽ ചുരുങ്ങിയ സമയം മാത്രമാണ് വയനാട് സന്ദർശനം നടത്തിയത്. എന്നിരുന്നാൽ കൂടിയും രാഷ്ട്രീയപരമായും അല്ലാതെയും രാഹുൽ ഗാന്ധിയുമായി വലിയ ആഭിമുഖ്യവും അടുപ്പവും പുലർത്താൻ വയനാട്ടിലെ ജനത പൊതുവിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് UDF അപ്പുറമുള്ള വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവും ശേഷിയും രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിനും അവിടെ ഉണ്ടായിരുന്നു. ഇത്തവണവും അതുതന്നെയായിരുന്നു സ്ഥിതി. രാഹുൽ വയനാട് ഉപേക്ഷിച്ചാൽ അതിനെ എങ്ങനെ വയനാട്ടുകാർ അല്ലെങ്കിൽ UDF പ്രവർത്തകർ എങ്ങനെയാണ് അവരുടെ വൈകാരികമായ പ്രതികരണമോ അത്തരം സാഹചര്യങ്ങൾ എന്തെങ്കിലും അവിടെ ഉണ്ടാവോ, അല്ലെങ്കിൽ അത്തരം പ്രതീക്ഷകൾ അത്തരം പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമോ? സജിത്ത്, വയനാട്ടുകാരെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഇവിടെ തുടരുക എന്നുള്ളത് അവരുടെ വലിയ ഒരു ആഗ്രഹമാണ്. നമുക്ക് ഇവരോടൊക്കെ തന്നെ ചോദിക്കാം. എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ? രാഹുൽ വയനാട് വിടും എന്നുള്ളൊരു വാർത്ത പരക്കുന്നു. എന്താണ് പ്രതീക്ഷ ഉണ്ട്, വിടുന്നില്ല പ്രതീക്ഷ. ഇവിടെ നിലനിർത്തും തന്നെ രാഹുൽ? നിലനിർത്തൂല എന്റെ അഭിപ്രായം കേട്ടോ. നിങ്ങള് പകരം ആരായിരിക്കുന്നതാണ് നിങ്ങളെ പ്രതീക്ഷിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. അങ്ങനെ നെഹ്റു കുടുംബത്തിന്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാവും അല്ലേ? അതെ, അത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. രാഹുൽ ഇവിടെ പോകണ്ട എന്നാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷെ അത് കോൺഗ്രസിന് അങ്ങനെ പറയാൻ പറ്റൂല. രാഷ്ട്രീയമായിട്ടുള്ള കാര്യമാണല്ലോ അല്ലേ? അതെ, പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യൻ കെ മുരളീധരൻ. ഇവിടുന്ന് പോകേണ്ടി വരുന്നുള്ളൊരു സൂചന വരുന്നുണ്ടല്ലേ? അത് ഉറപ്പാണ്. കാരണം നമ്മളിവിടുത്തെ അത്ര എന്തില്ല, വടക്കേ ഇന്ത്യയിൽ ആളുകൾക്ക് ബുദ്ധിയില്ല എന്ന് തന്നെ പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, ഒരു വിവാദമാക്കാനല്ല, പക്ഷെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. അവിടെ പറഞ്ഞാൽ ഒരു ഒഴുക്കാണ്. ഇവിടെ പാർട്ടി മൂല്യങ്ങളൊന്നും നോക്കൂല. നേരെ ഒന്നുകിൽ BJP ക്കാണെങ്കിൽ അങ്ങനെ BJP ക്കാണ് പോകും, UDF രാഹുൽ വേണം. അവിടെ രാഹുൽ വേണം. അതിൽ നമ്മൾ കേരളത്തിൽ യാതൊരു പ്രശ്നമല്ല. കാരണം നമ്മളൊരു വട്ടം ജയിച്ചല്ലേ. അദ്ദേഹം പറയുന്നത് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളോട്. സാധാരണഗതിയിൽ വയനാടിനെ പറ്റി പറയുമ്പോൾ രാഹുൽ വലിയ സ്നേഹമാണ് എപ്പോഴും. ഇപ്പോഴും സ്നേഹം തന്നെയാണ്, അതിൽ യാതൊരു സംശയമല്ല. പക്ഷേ രാഹുൽ ഗാന്ധിയിൽ പ്രിയങ്ക ഗാന്ധി ഇല്ലെങ്കിൽ കെ മുരളീധരനാണ് ഏറ്റവും കൂടുതൽ. കാര്യമായിട്ടൊന്നും പറയാനില്ല. രാഹുൽ ഇവിടെ നിൽക്കണമെന്നാണോ? രാഹുൽ ഇവിടെ തന്നെ നിൽക്കണമെന്നാണോ ആഗ്രഹം? അല്ലെങ്കിൽ പ്രിയങ്ക വെക്കണം. പ്രിയങ്ക അല്ലേ? അതായത് ഇത്തരത്തിലുള്ള പ്രതികരണമാണ് ഇവിടെ എത്തിച്ചേർന്ന് സാധാരണക്കാരായ ആ പാർട്ടി പ്രവർത്തകരിൽ നിന്നും അതേപോലെ ആ വോട്ടർമാരിൽ നിന്നൊക്കെ ലഭിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇവിടെ തുടരുക എന്നത് ആ ഒരു ആഗ്രഹമാണ്. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ, ഉത്തരേന്ത്യയിൽ പാർട്ടിയുടെ ശക്തി, അത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൂടി അതിന് അത്യാവശ്യമാണ്. പാർട്ടി പ്രവർത്തകരെ അവിടെ പിടിച്ചു നിർത്തുവാൻ, പാർട്ടിയുടെ വളർച്ച ഉറപ്പാക്കുവാൻ അതിന് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി തന്നെ വേണം എന്നൊരു നിരീക്ഷണമാണ് സാധാരണക്കാർക്ക് വരെ ഉള്ളത്. സ്വാഭാവികമായിട്ട് AICCയുടെ നിർദ്ദേശം അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഇവിടം വിട്ടു പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ആ പ്രിയങ്ക ഗാന്ധി തന്നെ ഇവിടെ വേണം എന്നൊരാഗ്രഹവും ഇവിടുത്തുകാർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാണെങ്കിലും ഈ ഒരു സസ്പെൻസ്, അത് ഇന്ന് അദ്ദേഹം അത്തരത്തിൽ എന്തെങ്കിലും പറയുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് നന്ദി പറച്ചിലാകുമോ, യാത്ര പറച്ചിലാകുമോ, ഈ വയനാട്ടിലെ ഇന്നത്തെ പ്രസംഗങ്ങളിൽ ഉണ്ടാവുക എന്നതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. സജിത്ത്, യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കോൺഗ്രസ് കേന്ദ്രങ്ങളൊക്കെ നൽകുന്ന സൂചന എന്താണ്? അദ്ദേഹം 2 ഇടങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം യാത്ര പറച്ചിൽ ഉണ്ടാവുമോ എന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ പറഞ്ഞത് വയനാട്ടിലാണോ റായ്ബറേലിയിലാണോ അത് തീരുമാനം രാഹുൽ ഗാന്ധി സ്വയം സ്വീകരിക്കും, അതിൽ കോൺഗ്രസ് അല്ല പ്രഖ്യാപനം നടത്തുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം അദ്ദേഹം എന്തായാലും വയനാട് ഉപേക്ഷിക്കും, അതാണ് രാഷ്ട്രീയ സാഹചര്യം. അദ്ദേഹത്തിന് റായ്ബറേലി ഉപേക്ഷിക്കാനാവില്ല, അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹം വയനാട് ഉപേക്ഷിക്കും, അതറിയാം. അങ്ങനെയെങ്കിൽ ഇനി വയനാട്ടിൽ ആര്? അത്തരം ചർച്ചകളിലേക്കൊക്കെ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് UDF കേന്ദ്രങ്ങൾ കടക്കുന്നുണ്ടോ? അത്തരം ആലോചനകളിലേക്ക് വരുന്നുണ്ടോ? നേരത്തെ ചില സൂചനകളൊക്കെ പങ്കുവച്ചിരുന്നു. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണത്. കാരണം ഈ ഒരു രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം അത് വയനാട്ടിൽ വലിയ ഒരു മാറ്റം, അല്ലെങ്കിൽ UDF സംബന്ധിച്ച് രാഹുൽ റായ്ബറേലിയിൽ മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പോലത്തെ ഒരു പ്രതിസന്ധി വയനാട്ടിൽ ഉണ്ടാക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഇവിടുന്ന് പോകുമ്പോൾ ഒന്നുകിൽ ഗാന്ധി കുടുംബത്തിൽ നിന്ന്, നെഹ്റു കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു പ്രതിനിധി വേണം എന്നൊരാഗ്രഹം, ഒരാശയമാണ് പലരും പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ഒപ്പം
ശ്രീ AP അനിൽകുമാർ നമ്മോടൊപ്പം ചേരുന്നത്. അല്ലേട്ടാ, എന്താണ്, എപ്പോഴാണ് രാഹുൽജി എത്തുക എന്നുള്ളത്? രാഹുൽ ഗാന്ധി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു, 5 മിനിറ്റ് കൊണ്ട് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെടും. ഇന്നത്തെ ഈ ഒരു ചടങ്ങിന്റെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ യാത്ര പറച്ചിലാകുമോ നന്ദി പറച്ചിലാകുമോ എന്നുള്ളതാണ്. എന്താ അങ്ങേക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനോട് ജനങ്ങളുടെ നന്ദി പറച്ചിലാണ്. കേരളത്തിലെ ഇന്ത്യയിലെയും ജനങ്ങൾക്ക് മനസ്സിനകത്തൊരു ഭയവും ആശങ്കയും കൂടാതെ ജീവിക്കാനുള്ള ഒരു അവസരം അദ്ദേഹം ഒരൊറ്റയാൾ പോരാട്ടം നടത്തി ഇന്ത്യയിലെ ജനങ്ങൾക്ക് നേടിക്കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ജനങ്ങൾ പറയുന്ന നന്ദിയാണത്. അദ്ദേഹം ആരോട് നന്ദി പറയാനല്ല. അദ്ദേഹം ഇവിടെ വിട്ട് പോകുന്നുള്ളൊരു അങ്ങനെ ഒരു അഭ്യൂഹങ്ങളാണ് പരക്കുന്നത്. എന്താണ് അങ്ങേക്ക് വ്യക്തിപരമായിട്ട് അത്തരത്തിൽ? ഏതാനും മണിക്കൂറുകളുള്ളൂ, ഏതാണ്ട് അതുകൊണ്ട് അദ്ദേഹം പറയുക അതിനകത്ത് കാര്യം. ഹൈക്കമാൻഡിൽ അദ്ദേഹം പറയും, അദ്ദേഹം തന്നെയാണ് അവസാന വാക്ക് പറയേണ്ടത്. ഇന്ന് പറയും, ഇന്നത്തെ ഇതിൽ പറയാൻ സാധ്യതയുണ്ട് അല്ലേ? അല്ലാതെ അദ്ദേഹമാണ് ഇന്ന് പറയാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം ഇന്ന് അദ്ദേഹം അതിനുവേണ്ടിയല്ലല്ലോ വരും. തീരുമാനം എടുക്കാൻ ഇനി സമയമുണ്ട്. രാഷ്ട്രീയമായുള്ള കാര്യങ്ങളാണ്. തീർച്ചയായും അതാണ് AP അനിൽകുമാർ പറഞ്ഞതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അതിൽ ഇന്ന് തീരുമാനം വരുമോ എന്ന് പറയാനാകില്ല. എങ്കിൽ പോലും കടുത്ത രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനമായതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം അദ്ദേഹത്തിന് പാലിക്കേണ്ടി വരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ വിലയിരുത്തുന്നത്. അങ്ങനെ രാഹുൽ ഗാന്ധി ഇവിടം വിട്ടുപോവുകയാണെങ്കിൽ പകരം പ്രിയങ്ക ഗാന്ധിയാണ് പ്രധാനമായിട്ടും നേതാക്കളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കാരണം രാഹുലിന് ഏറെ വൈകാരിക അടുപ്പമുള്ള മണ്ണ്, അതിൽ ആ മണ്ണിൽ നെഹ്റു കുടുംബത്തിന്റെ തന്നെ പ്രതിനിധി രാഹുലിന്റെ തന്നെ സഹോദരി മത്സരിക്കുക എന്നുള്ളത് അത് രാഹുലിനെയും വളരെ സ്വീകാര്യമാവുന്ന ഒരു തീരുമാനമാകും. ഈ വയനാടിനും അത് വളരെ ലഭിക്കുന്ന ഒരു അംഗീകാരമാകും. മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് ഏറെ ഗുണം ചെയ്യുന്ന ഒരു തീരുമാനമാകും. രാഹുൽ ഗാന്ധി റായ്ബറേലി എങ്ങനെയാണോ പാർട്ടിയെ ശക്തിപ്പെടുത്തി നിലനിർത്തി കൊണ്ടുപോകുന്നത്, അതേപോലെ തന്നെ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യവും കോൺഗ്രസിന് ഗുണം ചെയ്യുന്നതാകുമെന്നൊരു വിലയിരുത്തലാണ് പുതിയ വന്നിട്ട്. ഇനി ഇത് രണ്ടുമല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സാധ്യതയാണെങ്കിൽ കെ മുരളീധരന്റെ പേരും പ്രവർത്തകർ സജീവമായിട്ട് തന്നെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ കെ മുരളീധരൻ ഇക്കാര്യത്തിൽ വിമുഖത കാണിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി എന്ന പേര് തന്നെയാണ്, എന്നീ പേരുകൾ തന്നെയാണ് പ്രവർത്തകരിൽ നിന്നും നേതാക്കളിൽ നിന്നും ഒരുപോലെ ഉയർന്നു കേൾക്കുന്നത്. സജിത്, അനുമോദ്, ഒരു കാര്യം കൂടിയുള്ളത്, ഇന്നലെ റായ്ബറേലിയിലെ വേദിയിൽ വലിയ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തിയ ശേഷമാണ് രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലേക്ക് വരുന്നത്. നരേന്ദ്രമോദിക്കെതിരെ വലിയ മുദ്രാവാക്യം മുഴക്കുന്നു. വാരണാസിയിൽ തൻ്റെ സഹോദരി പ്രിയങ്ക മത്സരിച്ചിരുന്നെങ്കിൽ നരേന്ദ്രമോദി അവിടെ പരാജയപ്പെട്ടതിനെ എന്നടക്കമുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഒപ്പം UPയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും പദയാത്ര നടത്തിക്കൊണ്ടുള്ള പുതിയ രാഷ്ട്രീയ നീക്കവും കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള ഫോക്കസ് തീർച്ചയായിട്ടും ഹിന്ദി ഹൃദയഭൂമിയിൽ തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി ഉണ്ടാവുക. അദ്ദേഹത്തിന് വയനാടിനോട് തീർച്ചയായും നന്ദി പറയേണ്ടതുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇതിലൊരു സസ്പെൻസ് ഒരുപക്ഷെ ബാക്കി വെക്കേണ്ടതില്ല. ഒരുപക്ഷെ ആ പ്രഖ്യാപനം ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. രാഹുൽ രാവിലെ ഇദ്ദേഹം മലപ്പുറം ജില്ലയിലെ ഭാഗമായ ഈ ഇടവണ്ണയിലെത്തി അവിടുത്തെ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പരിപാടികൾ എങ്ങനെയാണ്? അദ്ദേഹം വയനാട്ടിൽ കൽപ്പറ്റയിലെ പരിപാടി പങ്കെടുക്കുന്നതിന് ഇടവേളയിൽ മറ്റെന്തെങ്കിലും സന്ദർശന പരിപാടികളോ അങ്ങനെ എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ അനുമോദ്? സജിത്ത്, അദ്ദേഹം ഇടവണ്ണയിൽ നിന്ന് നേരിട്ട് വയനാട്ടിലേക്ക് പോകുന്നു. റോഡ് മാർഗം താമരശ്ശേരി വഴിയായിരിക്കും പോവുക. കൽപ്പറ്റ ഗസ്റ്റ് ഹൗസിലായിരിക്കും അദ്ദേഹത്തിന്റെ ഇടവേള ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നിശ്ചയിച്ചിട്ടുള്ള ഒരുപക്ഷെ ഉച്ചഭക്ഷണത്തിനുള്ള ബ്രേക്ക് അവിടെ ആകാനാണ് സാധ്യത. പക്ഷെ അതിനപ്പുറം അദ്ദേഹം എവിടെയെങ്കിലും ഭവന സന്ദർശനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സന്ദർശനം നടത്തുമോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുന്നതല്ല. നമുക്കറിയാം, എല്ലാ തവണയും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിൽ പലപ്പോഴും അപ്രതീക്ഷിതമായിട്ടാണ് പല ഇടങ്ങളിലും അദ്ദേഹം പോകുന്നതും ആളുകളെ കൂടിക്കാഴ്ച നടത്തുന്നതും. അതൊക്കെ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ സ്വഭാവ ശൈലി തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. നിലവിൽ ചാർട്ട് ചെയ്ത വിവരപ്രകാരം ഇടവണ്ണയിൽ നിന്ന് നേരെ അദ്ദേഹം കൽപ്പറ്റയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. കൽപ്പറ്റ ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം അവിടെയാണ് അദ്ദേഹം വിശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ അദ്ദേഹവുമായി നേതാക്കളും പ്രവർത്തകരും ഒക്കെ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കും. നേതാക്കൾ എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. കൽപ്പറ്റയിലെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് അദ്ദേഹത്തിന് ഇടവേളയ്ക്ക് എടുത്തതിന് ശേഷമാണ് അദ്ദേഹം കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന യാത്ര അല്ലെങ്കിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോവുക. ഇതിനിടയിൽ മറ്റ് ഔദ്യോഗിക കൂടിക്കാഴ്ചകളൊന്നും നിശ്ചയിച്ചിട്ടില്ല. കണ്ണൂരിൽ നിന്നും അദ്ദേഹം ചാർട്ടർ ചെയ്ത വിമാനത്തിലാണ് തിരിച്ച് ഡൽഹിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് സമയം ഒരു പ്രശ്നമാകുന്നില്ല. കൽപ്പറ്റയിൽ സമയം വൈകിയാൽ പോലും അത് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പരിപാടികൾക്കൊന്നും തടസ്സമുണ്ടാക്കുന്ന സാഹചര്യമല്ല എന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. സജിത്.
യെസ്, അതാണ് സാഹചര്യം. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സന്ദർശന പരിപാടിയാണ് വയനാടിന്റെ രാഷ്ട്രീയത്തെ നിർണായകമാക്കുന്നത്. ദേശീയതലത്തിൽ വലിയ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തിയ അദ്ദേഹം ഇന്ന് കേരളത്തിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും രാഹുലിന്റെ ആ കാഴ്ചകളിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഇനി നമ്മൾ പോകുന്നത്